സംസ്ഥാന വ്യാപകമായി ക്വാറി ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ക്വാറികളിൽ നിന്ന് നിയമവിരുദ്ധമായി പിഴ ഈടാക്കി ഇതര സംസ്ഥാന ലോബികളെ സർക്കാർ സഹായിക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഈ മാസം 26 മുതൽ ക്വാറികളും ക്രഷറുകളും പ്രവർത്തനം നിർത്തിവെക്കും. സംസ്ഥാനത്ത് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതിനിടെയാണ് ക്വാറികളും ക്രഷറുകളും അടച്ചിടാൻ ഉടമകൾ തീരുമാനിച്ചത്. ലൈസൻസ് പുതുക്കി കിട്ടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമെന്ന് ഉടമകൾ പറയുന്നു. ഒരു വർഷം മുൻപ് സംസ്ഥാനത്ത് 700-ലധികം ക്വാറികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 100-ൽ താഴെ ക്വാറികൾ മാത്രം. ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം കാരണം വില കുത്തനെ ഉയരുകയാണ്. ഒരു ക്യൂബിക് എംസാൻഡിന് 45-ൽ നിന്ന് 65 രൂപയായി ഉയർന്നു. മെറ്റലിനും കല്ലിനും വില വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അന്യായമായി പിഴ ഈടാക്കുകയാണെന്ന് ക്വാറി ഉടമകൾ ആരോപിക്കുന്നു. കേരളത്തിലെ ക്വാറി കൃഷി വ്യവസായികളെ മാത്രമല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും സംഘടനകളെയും മുഴുവൻ ആളുകളെയും ഈ സർക്കാർ, ഈ വ്യവസായ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും കബളിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഈ നയത്തിനെതിരെ ശക്തമായ സമരം 26-ാം തീയതി മുതൽ ഈ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി, മുഴുവൻ ആളുകളെയും സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി 16-ാം തീയതി എറണാകുളത്ത് യോഗം ചേർന്ന് മറ്റ് സമരമാർഗങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവിഷ്കരിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സമരം ശക്തമായാൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ തടസ്സപ്പെടും. വീട്, മറ്റ് കെട്ടിട നിർമ്മാണങ്ങൾ എന്നിവയെയും പ്രതികൂലമായി ബാധിക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.